മാറാടി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ പുതിയതായി കള്ള് ഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ പ്രദേശവാസികളുടെ കനത്ത പ്രതിഷേധം. ഇന്നലെ മുതലാണ് ഷാപ്പിൻ്റെ ബോർഡ് സ്ഥാപിക്കുകയും കള്ള് ഉൾപ്പെടെ വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയും ചെയ്തത്. ഇന്ന് രാവിലെ പ്രദേശത്തെ സ്ത്രീകളടക്കമുള്ള പ്രദേശവാസികൾ കനത്ത പ്രതിഷേധം ഉയർത്തിയതോടെ ഷാപ്പുടമ വിൽപ്പന നടത്താതെ തിരികെ പോയി. മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നതിനെതിരെയാണ് പ്രദേശവാസികളുടെ കനത്ത പ്രതിഷേധമുയർന്നത്. മാറാടി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് പുതിയ കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കാൻ നടപടികൾ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസം വരെ അടഞ്ഞുകിടന്ന കെട്ടിടത്തിൽ പുതിയതായി ബോർഡ് സ്ഥാപിക്കുകയും കള്ളുൾപ്പെടെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ പ്രദേശവാസികൾ ഒന്നടങ്കം സംഘടിച്ചെത്തി കള്ള് വിൽപ്പന തടയുന്നതിന് തീരുമാനിക്കുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കനത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നു. തൊട്ടടുത്ത പള്ളിയും നിരവധി വീടുകളുമുണ്ട്. പ്രദേശത്തെ സമാധാനപരമായ അന്തരീക്ഷം കള്ളുഷാപ്പ് വരുന്നതോടെ തകരുമെന്നതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ഞാനിവിടെ വന്ന് ഇതിൻ്റെ ഷാപ്പിൻ്റെ ഓപ്പോസിറ്റ് പ്ലോട്ട് എടുത്ത് ഇപ്പോൾ വീട് പണിഞ്ഞ് ഫൈനൽ സ്റ്റേജിലേക്കാണ്. ബാക്കി ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരുമാണ് ഇവിടെ കൂടിയേക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെ ഒരു ചർച്ചുണ്ട്, IPCയുടെ ചർച്ചുണ്ട്. ഞാനിവിടെ 4 വർഷം മുമ്പ് ഇവിടെ സ്ഥലം എടുത്തപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതുപോലൊരു ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു കള്ള് ഷാപ്പോ ഒരു സാധനവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ഞാൻ അടുത്ത മാസം കൂടാനായിട്ടിരിക്കുക. അതിനിടയ്ക്ക് ഇന്നലെ വന്നാണ് ഈ കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞ ബോർഡും വെച്ച് ഇന്നലെ വന്ന് തുടങ്ങിയ പരിപാടിയാണിത്. ഇതിപ്പോൾ എനിക്ക് എൻ്റെ വൈഫും 2 പിള്ളേരാണ്. ഒരു 6 വയസ്സുള്ള ഒരു പെൺകൊച്ചും 11 വയസ്സുള്ള ആൺകൊച്ചുമാണ് എനിക്കുള്ളത്. എൻ്റെ പിള്ളേർ നേരെ വീട് തുറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുന്നത് കള്ള് ഷാപ്പിലേക്കാണ് നോക്കുന്നത്. ഇത് ഈ സ്കൂളുകളിൽ പഠിക്കുന്ന പിള്ളേർ ഇവിടെ ഈ കള്ള് ഷാപ്പിലേക്ക് നോക്കി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഇത് പുതിയതായിട്ട് 15 കൊല്ലം ആയിട്ട് നിർത്തിപ്പോയ ഒരു സംഭവമാണ്. അതിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിച്ചേക്കണേ. അതിന് ഞങ്ങൾക്ക് ശരിക്കും പ്രതിഷേധമുണ്ട്. ഞങ്ങളത് ശരിക്കും അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുകയും ചെയ്യും. ഇന്ന് വരേക്കും ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ട് ഉണ്ടാവുന്ന സംഭവമാണ്. ഞങ്ങൾ സമ്മതിക്കില്ല. ഇന്നലെ വരെ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വന്നിട്ടുണ്ടായില്ല. ഞങ്ങൾ ജോലിക്ക് പോകുമ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടിരുന്നില്ല. ഉച്ചയായപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവിടെ ബോർഡ് ഇരിക്കുന്നത് കണ്ടു. ഇതെന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് ഇതിങ്ങനെ കള്ള് ഷാപ്പാണെന്ന് അറിയണത്. അത് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. വീടിൻ്റെ അടുത്ത് ഈ ഷാപ്പിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ചർച്ചുണ്ട്. കൂടാതെ സ്കൂളുകളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളുണ്ട്. ഒരു 10-15 കുട്ടികളുള്ള വീടുകളുണ്ട് ഇവിടെ അടുത്ത് തന്നെ. അവർ ഈ ഷാപ്പിലേക്ക് നോക്കിക്കൊണ്ടാണ് പോകുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു പുതിയൊരു വീട് വരുന്നുണ്ട്. അവിടെ 1 വയസ്സും 2-ലും 3-ലും പഠിക്കുന്ന പിള്ളേരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ നാട്ടുകാർക്ക് ഈ ഷാപ്പിനെതിരെ പ്രതിഷേധമുണ്ട്. കള്ള് ഷാപ്പ് പ്രവർത്തനം ആരംഭിച്ചാൽ പ്രദേശത്തെ ക്രമസമാധാന നില തകരാറിലാകുമെന്നും വലിയ ഭവിഷ്യത്തുകൾ നാട്ടുകാർ ഇതുമൂലം അനുഭവിക്കേണ്ടി വരുമെന്നും നാട്ടുകാർ പറയുന്നു. കള്ള് ഷാപ്പിന്റെ ഉടമസ്ഥൻ സ്ഥലത്തെത്തുകയും നാട്ടുകാരുമായി ചർച്ച നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ കള്ള് ഷാപ്പിന്റെ ബോർഡുകൾ മാറ്റാതെ ഉടമയെ പോകാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടാണ് നാട്ടുകാർ സ്വീകരിച്ചത്. മാറ്റിക്കോളും കേട്ടോ. നിങ്ങൾ അദ്ദേഹമല്ലേ പറയണേ, എന്റെ ഉത്തരവാദിത്തത്തെക്കാൾ വലിയ ഉത്തരവാദിത്തമല്ലേ അത് വച്ചയാള് പറഞ്ഞത്. ഈ ബോർഡ് ഇപ്പൊ മാറ്റും, ബാക്കിയുള്ള കാര്യങ്ങൾ ബോർഡില്ലേ കളിയില്ലല്ലോ ഇവിടെ. നാളെ 10 മണിക്ക് അത് സംസാരിക്കും. ബാക്കി എന്തെങ്കിലും നടപടി ആവശ്യമുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തി. ബോർഡുകൾ ഇന്ന് തന്നെ നീക്കം ചെയ്യാമെന്ന് ഉടമ അറിയിച്ചു. ഇതിനുശേഷമാണ് നാട്ടുകാർ ഉടമയെ പോകാൻ അനുവദിച്ചത്. നാളെ പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നാട്ടുകാരും ഉടമയും ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചർച്ചയുമുണ്ടാകും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കനത്ത പ്രതിഷേധമുയർത്തിയതോടെ ജീവനക്കാർ ഗേറ്റ് പൂട്ടി ഇന്ന് വിൽപ്പന നടത്താനാകാതെ മടങ്ങുകയായിരുന്നു. കള്ളുഷാപ്പ് യാതൊരു വിധത്തിലും ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്.
വേണ്ടപ്പെട്ട അധികാരികൾക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.